പരിക്കേറ്റവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ നേരത്തെ മന്ത്രി സൂചിപ്പിച്ചിരുന്നു. ആരോഗ്യമന്ത്രി ഉൾപ്പെടെ അവിടേക്ക് എത്തുന്നുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ലിഡിയ? ഉന്മേഷ്, അല്പസമയത്തിനുള്ളിൽ ആരോഗ്യമന്ത്രിയും സ്ഥലത്തെത്തും. ഈ ആരോഗ്യ പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തുകയും മറ്റു കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യും. ഈ മന്ത്രിമാരടക്കമുള്ള ആളുകൾ, പ്രത്യേകിച്ച് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അടക്കം മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തി ആരോഗ്യ പ്രവർത്തകരുമായി സംസാരിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുകയും ചെയ്തതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച വിവരമാണ് അല്പസമയം മുൻപ് നമ്മൾ വ്യക്തമാക്കിയത്. അതായത് 13 പേരുടെ മൃതദേഹമാണ് തെളിച്ചു പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ വ്യക്തമായി പറയുകയാണെങ്കിൽ 7 പേരുടെ മൃതദേഹവും 5 മൃതദേഹ ഭാഗങ്ങളുമാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. 13 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. അതിൽ 5 പേരുടെ നില അതീവ ഗുരുതരമാണ്. അതിൽ ഒരാൾ വെന്റിലേറ്ററിൽ കൂടിയാണ് എന്നുള്ളതാണ്. അതീവ ഗുരുതരം തന്നെയാണ് ഈ 5 പേരുടെയും അവസ്ഥ എന്നുള്ളത് കൂടിയാണ് ആരോഗ്യ പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല അതായത് ഈ ലൈസൻസി സതീശൻ അടക്കമുള്ള ആളുടെ നില അതീവ ഗുരുതരമാണ്. സതീശന് 90% പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. അത്രയധികം ഗുരുതരമായിട്ടുള്ള സ്ഥിതിയിൽ കൂടിയാണ് ലൈസൻസി ഉള്ളത് എന്നുള്ളത് കൂടിയാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ടെങ്കിൽ ഈ ഒരു ആൾക്ക് സുഖം പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും പൂർണ്ണ സജ്ജമാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് എന്നുള്ളതാണ്. ഏകദേശം 56 ഡോക്ടർമാരുടെ സംഘമാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിലവിൽ പ്രവർത്തിക്കുന്നത്. അത് പൂർണ്ണ സജ്ജമായി അത്യാഹിത വിഭാഗം പൂർണ്ണ തോതിൽ പ്രവർത്തിക്കുന്നു. ഏത് നിമിഷവും പരിക്കേറ്റ ആളുകളെ കൊണ്ടുവന്ന് ചികിത്സിക്കാൻ, അടിയന്തര ചികിത്സ നൽകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ഒപ്പം പാലക്കാട് നിന്നും എറണാകുളത്ത് നിന്നും വിദഗ്ധ സംഘമടക്കം, ഡോക്ടർമാരുടെ സംഘമടക്കം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് നിന്നുള്ള സംഘം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ആവശ്യമെങ്കിൽ മറ്റ് ഇടങ്ങളിൽ നിന്നുകൂടി ഡോക്ടർമാരെയും മെഡിക്കൽ സംഘത്തെയും ഇങ്ങോട്ടേക്ക് എത്തിക്കുമെന്ന് കൂടിയാണ് മന്ത്രിമാരടക്കം പറയുന്നത്, സർക്കാർ അടക്കം പറയുന്നത്. അത്തരത്തിൽ കൂടിയാണ് എല്ലാവിധത്തിലുമുള്ള സജ്ജീകരണങ്ങളും മറ്റ് അടിയന്തര ഘട്ടത്തിൽ ഉള്ള കാര്യങ്ങളുമെല്ലാം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് നടക്കുന്നത്. ഇപ്പോൾ നിലവിൽ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നിന്നും നിലവിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ള മൃതദേഹ ഭാഗങ്ങൾ അത് മോർച്ചറിയിൽ അടക്കം മാറ്റുകയാണ്. എന്താണ് പേര് തന്നെ? അത് 13 പൂർണ്ണമായി സ്ഥിരീകരിച്ചോ? സ്ഥിരീകരിച്ചു എന്ന് പറയാനായില്ല. ആ സ്ഥിരീകരിച്ചതേ നമുക്ക് പറയാൻ ബാക്കിയത്. അപ്പോൾ അത് നമുക്ക് DNA ടെസ്റ്റുകൾ കഴിഞ്ഞതിന് ശേഷം അത് ആ നിലയിൽ പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.